സ്ഥിരോത്സാഹത്തിന്റെയും പരീക്ഷണോത്സുകതയുടെയും പ്രതിഫലനം താൻ ജീവൻ നൽകിയ ഓരോ കഥാപാത്രത്തിലും എടുത്തു കാട്ടിയ അഭിനയ മഹാപ്രതിഭ. അന്നും ഇന്നും മലയാളിയുടെ മനസ്സിലെ ആണിന് ഈ നടന്റെ മുഖവും നട്ടെല്ലുമാണ്. പുരസ്കാരങ്ങളുടെ തിളക്കം കണ്ടല്ല മലയാളികൾ ഈ നടനെ സ്നേഹിക്കാൻ തുടങ്ങി. വടക്കൻ വീരഗാഥയിലെ ചന്തു, അമരത്തിലെ അച്ചൂട്ടി, ജി കൃഷ്ണമൂർത്തി, ബാലൻ മാഷ്, ബഷീർ, വിദ്യാധരൻ, വാറുണ്ണി, പട്ടേലർ, മാട, ഇങ്ങനെ മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ. പത്മശ്രീ, മികച്ച നടനുള്ള ദേശീയ അവാർഡ് 3 തവണ, ഉജ്ജ്വല നടൻ എന്ന രാജ്യാന്തര പ്രശസ്തി, അതോടൊപ്പം തകർപ്പൻ കൊമേഴ്ഷ്യൽ വിജയങ്ങളുടെ അമരക്കാരനാകുന്ന സൂപ്പർ മെഗാസ്റ്റാർ. ഈ മഹാനടൻ കീഴടക്കി ഉയരങ്ങളിൽ എത്താൻ ഇനിയൊരു നടൻ മലയാളത്തിൽ ഉണ്ടാകുമോ? കാലം മറുപടി പറയേണ്ടതിരിക്കുന്നു. സ്വാഗതം ചെയ്യാം ഈ മഹാനടനെ, മലയാളികളുടെ സ്വന്തം മമ്മൂട്ടിയെ, നമ്മുടെ സ്വന്തം മമ്മൂക്കയെ. മമ്മൂക്കയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയുടെ സൂര്യ തേജസ്, പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം. മലയാള സിനിമയുടെ പെരുമ ചലച്ചിത്ര ലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു രചിത രേഖയായി കോറിയിട്ട് അത്ഭുത പ്രതിഭ. മലയാള സിനിമയിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെ കാലമായി കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന താരസൂര്യൻ, നക്ഷത്രങ്ങളുടെ രാജകുമാരൻ മമ്മൂട്ടി, ദ മെഗാ മാസ്ട്രോ. Everybody in the house, see the boys are down. Moving close together just to catch them. Make no mistake, this is no time wanting the pain till they get them slain. We're talking the same story about the fall. Brothers, 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 brothers. അടയാളങ്ങൾ, IG എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി മാറി മമ്മൂക്കയുടെ ഡാഡി കൂൾ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയ വേഷം ചെയ്യുന്ന ശ്രീ ഗോവിന്ദ് പത്മസൂര്യ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മുല്ല എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ നല്ലൊരു ഗായിക കൂടിയായ മീരാനന്ദൻ, ഇപ്പോൾ പൃഥ്വിരാജിന്റെ നായികയായി പുതിയ മുഖം, ജയസൂര്യയുടെ നായികയായി കറൻസി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു വരുന്ന മീരാനന്ദനെ വേദിയിലേക്ക് ക്ഷണിച്ചു. മമ്മൂട്ടി ടൈംസ് മാനേജിംഗ് എഡിറ്റർ ശ്രീ റഫീഖ് AHനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈസി കുക്ക് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അബ്ദുൾ മജീദിനെ. മമ്മൂട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തഹ്സീൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ദുബായ് ഏരിയ മാനേജർ PN മുരളീധരനെ വേദിയിലേക്ക് ക്ഷണിച്ചു.
ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിനായി മമ്മൂട്ടി ടൈംസ് മാനേജിംഗ് എഡിറ്റർ ശ്രീ റഫീഖ് എച്ചിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂക്ക, മറ്റു വിശിഷ്ട വ്യക്തികളെ, മമ്മൂട്ടി ടൈംസിൻ്റെ 101ാം ലക്കത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മമ്മൂക്കയെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മമ്മൂട്ടി ടൈംസ് മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ഗൾഫ് നാടുകളിലും മമ്മൂട്ടി ടൈംസ് ഇന്ന് ഏറ്റവും പ്രചാരമുള്ള ഒരു സിനിമാ പ്രസിദ്ധീകരണമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും